ഹായ്, ആരിഫ് ഹുസൈൻ ലിയാഖത്ത് അലി തമ്മിലുള്ള ഒരു തകരാർ അങ്ങനെ ഫേസ്ബുക്കിൽ കിടന്ന് കത്തിക്കയറുന്നുണ്ട്. അപ്പം ഞാൻ ഒരു എക്സ്പ്ലനേഷൻ തരാമെന്ന് കരുതുന്നു. വാസ്തവത്തിൽ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യമേ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ആരിഫ് ഹുസൈൻ ലിയാഖത്ത് അലിയും തമ്മിലൊരു നല്ല രീതിയിൽ അവിടെ ഒരു ഫൈറ്റ് ആകുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഞാനാണോ വലുത് എന്നുള്ള കോമ്പറ്റീഷനാണ് അവിടെ നടക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ ആരിഫ് ഹുസൈൻ അത്യാവശ്യം അവർക്കിടയിൽ ഒരു നല്ല സപ്പോർട്ടിങ് ക്യാരക്ടറാണ്. അതായത് ഇപ്പോൾ എക്സ് മുസ്ലിമായി വരുന്ന ഏതെങ്കിലും പെണ്ണുങ്ങളുണ്ടെങ്കിൽ അപ്പോഴേ തൂക്കും, ആണുങ്ങളെയും തൂക്കും. അവൻ സപ്പോർട്ട് ചെയ്യും, അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും, അത്യാവശ്യം അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കും. ആൻഡ് ദെൻ ആശയപരമായിട്ടുള്ള ഐഡിയാസ് ഒന്നും അവ ഇട്ട് കൊടുക്കില്ല. അതിന് മാത്രമുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. പക്ഷേ ലിയാഖത്ത് അലി അങ്ങനെ അല്ല. ക്ലബ് ഹൗസ് ആയിരുന്നു ഇവരുടെ ആദ്യത്തെ മേഖല. അവിടെ ആകുമ്പോൾ പ്രത്യേകിച്ച് കേസും വരത്തില്ല. വോയിസ് ഇതിന് കേസൊന്നും എടുക്കത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പം നമ്മൾ വീഡിയോ ചെയ്താൽ പോലും ആരും എടുക്കുന്നില്ല, പിന്നെയാണ് വോയിസ്. അപ്പോൾ അവിടെ ആയിരുന്നു അവരുടെ പടനിലങ്ങൾ. ഇവർ ഭയങ്കരമായ അഭിനേതാക്കളാണ് രണ്ടുപേരും. അതിൽ കുറച്ചുകൂടെ നന്മയുള്ള അഭിനേതാവായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരിഫ് ഹുസൈന് കൊടുക്കും നന്മ. മറ്റവൻ വെറും തിന്മയോളിയാണ്. അതിൻ്റെ റീസൺ കൂടെ പറയാം. എൻ്റെ ഒരു ട്രാക്ക് എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് എക്സ് മുസ്ലിം ആയിരുന്നാലും ഏത് തരത്തിലും മതത്തിനെ അവഹേളിക്കുന്നവരായിരുന്നാലും അവരുടെ കുടുംബ പശ്ചാത്തലം അന്വേഷിക്കുകയും കുടുംബത്തിൽ വിവരം പറയുകയും കുടുംബക്കാരൊന്നടങ്കം തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ തിരിച്ചു വരും, തിരിഞ്ഞു മാറി സംസാരിക്കും. ഇനി അവർക്ക് മതം ഇഷ്ടമില്ലെങ്കിൽ ഇല്ലാതിരിക്കാനും മിണ്ടാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. അവർ ഇല്ലാവചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു മതത്തിനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുകയും ആ മനുഷ്യർ മുഴുക്ക ക്രൂരന്മാരാണെന്ന് പറയുകയും ചെയ്യുന്നതിനുള്ള വിയോജിപ്പാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കും അതിനകത്ത് കുറച്ചുള്ള അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങളോട് വിമുഖതയുണ്ട്, ഇഷ്ടമില്ലായ്മയുണ്ട്. അപ്പോൾ അത് ഞാൻ തുറന്ന് പറയുമ്പോൾ ബഷീറുടെ കാര്യം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ആ ഒരു കാര്യത്തിനെ വളച്ചൊടിച്ചിട്ടാണ് അയാൾ അത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് എഗൻസ്റ്റാണ് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുമുള്ളത്. ഈ വിഷയത്തിൽ ആരിഫ് ഹുസൈൻ കുറച്ചുകൂടെ ഇന്നസെൻ്റ് ആണെന്ന് ഞാൻ പറയും. നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് പിന്നെ മതപരമായ കാര്യങ്ങൾ പറയുന്നുള്ള ഇന്നസെൻസ് അല്ല. ഇവർ രണ്ടുപേരിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ ആരിഫ് ഹുസൈൻ ഓക്കെ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. ആരിഫ് ഹുസൈൻ നല്ല നേതൃത്വ പാഠവുമുള്ളവനാണ്, സഹജീവിയോട് കരുണയുള്ളവനാണ്. അയാളെ ഒരു പക്ഷേ തെറി പറഞ്ഞ് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിച്ചതായിരിക്കാം. അയാളുടെ വീട്ടിൽ പോയി സംസാരിക്കുമ്പോൾ അയാളുടെ ഉമ്മയൊക്കെ പകച്ച് പണ്ടാരടങ്ങിയിട്ടാണ് നിൽക്കുന്നത്. കുടുംബം ഒന്നടങ്കം പകപ്പിലാണുള്ളത്. അയാളുടെ ഭാര്യമാർ തമ്മിൽ അതുപോലത്തെ പ്രശ്നത്തിലാണുള്ളത്. ആർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ വല്ലാണ്ട് പതറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു പക്ഷെ അവരെല്ലാവരും കൂടെ ഒന്നിരുന്ന് സംസാരിച്ചാൽ, ഇവനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്താൽ ഈ പ്രശ്നത്തിൽ നിന്ന് അവൻ ഊരി വരും എന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എൻ്റെ ഫേസ് സൈക്കോളജി, അവരുടെ ഒരു മൊത്തത്തിലുള്ള ഒരു സൈക്കോളജിയും വെച്ച് നോക്കുമ്പോൾ ആ ഉമ്മയും വാപ്പയും ശരിക്കും ഇറങ്ങി നടന്ന് ഇതൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരുടെ മകൻ തിരിച്ചു വരും. അത് ഇസ്ലാമിനൊരു മുതൽക്കൂട്ടുമാകും. കാരണം അവർ ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവർത്തികളിൽ ഒന്നായിരിക്കും അത്. പക്ഷേ ലിയാഖത്ത് അലിയുടെ വിഷയത്തിൽ അങ്ങനെയല്ല. ലിയാഖത്ത് അലിയുടെ കുടുംബം അവനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ കീടങ്ങളാണ്. പൂർണ്ണമായും നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1-2 ഉദാഹരണം പറയാം. അപ്പോൾ ഈ വിഷയവുമായിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ ജാമിദയുടെ കേസാണെങ്കിലും ജാമിദയുടെ കുടുംബം മാറിയിരുന്നു. അവർക്കാർക്കും ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല, ജാമിദയുടെ ഇഷ്ടമില്ലാഞ്ഞിട്ടുമല്ല. പക്ഷേ പള്ളി ഇടപെടും എന്നൊരു കണ്ടീഷൻ വരുമ്പോൾ, അതായത് സഭ, ഇപ്പം നമുക്ക് ക്രിസ്തീയ സഭ പോലെ നമുക്കുണ്ടല്ലോ, അതുപോലെ ഒരു പള്ളി കമ്മിറ്റി ഇടപെടും എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് പിന്നോട്ട് പിടിക്കുന്ന ഒരു പരിപാടി ജാമിദയ്ക്കും ഉണ്ടായിരുന്നു, ജാമിദയുടെ കുടുംബാംഗങ്ങൾക്കുമുണ്ട്. അവരുടെ കുടുംബം വിചാരിച്ച ജാമിദയും സെറ്റാകും. പക്ഷേ ഒരിക്കലും സെറ്റാകാൻ യാതൊരു ചാൻസും ഇല്ലാത്ത വ്യക്തിയാണ് ലിയാഖത്ത് അലി. സ്വന്തം കുടുംബത്തിനെ പോലും ഈ പറയുന്ന രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൂടെ നിർത്തിയിരിക്കുന്ന മഹത്ത് വ്യക്തിത്വമാണ്. രണ്ടാമതൊരു കാര്യം, നിങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ എടുക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നു, അമ്മയെ കാണുന്നു, ഇതെടുക്കുന്നു, ആ വോയിസ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നു. എന്നിട്ട് പോലും എനിക്കെതിരെ ഒരു പെറ്റീഷൻ കൊടുക്കണമെന്ന് ആരിഫ് ഹുസൈന് തോന്നിയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഹി ഡോണ്ട് കെയർ അബൌട്ട് ദോസ് തിങ്സ്. അയാൾക്ക് പറയാനുള്ളത് അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കളയാം. ആരുടെയൊക്കെയോ ഈ ഒരു ഇതിന് ട്രാപ്പിൽ വീണുപോയൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് ആരിഫ് ഹുസൈനെ മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ അങ്ങോട്ട് പോകണ്ട എന്നുള്ള ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനുമില്ല. കാരണം ഒരു ഡിബേറ്റിന് പോലും തയ്യാറാകുന്നില്ല. നല്ലൊരു ഡിബേറ്റിന് ഇരുന്ന് കഴിഞ്ഞാൽ ആരിഫ് ഹുസൈൻ പൊളിഞ്ഞു പോകും. അതേസമയം ഇപ്പുറത്ത് നിൽക്കുന്നത് അതല്ല, ഉഗ്രവശമുള്ള കാളകുട സർപ്പമാണ് അയാൾ. കാരണം അയാൾക്ക് ഈ ഖുർആൻ എല്ലാം നന്നായിട്ട് മനസ്സിലാക്കി വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാളാണ് ഏറ്റവും ഭയപ്പെടേണ്ട ഒരു വ്യക്തിത്വം എന്ന് പറയും. ഒന്നാമത്തെ കാര്യം, അയാൾ വായിച്ചത് ഖുർആനല്ല, ഖുർആനാണെന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ വായിച്ച മറ്റേതോ പുസ്തകമാണ്. ആ രീതിയിലാണ് അയാൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇത് വെച്ച് അവതരിപ്പിക്കുന്നത്. ഹദീസുകൾ വെച്ച് മറ്റുമൊക്കെ വെച്ച് പൂർണ്ണമായി പ്രചരിപ്പിക്കുന്നത് തെറ്റായ ഫോമുലയാണ്.
ഇനി അയാൾ തിരിച്ചു വരുന്നു അല്ലെങ്കിൽ അയാൾ ഓക്കെ ആയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത തക്കവണ്ണം ഡാമേജ് അയാൾ ഇസ്ലാം കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് അയാളുടെ സ്ട്രാറ്റജിയാണ്. ദ സെയിം വേവ് തന്നെയാണ് ജബ്ബാറിനെ ഞാൻ ജബ്ബാറിനെ വിളിക്കില്ല, മാഷെന്ന് വിളിക്കാൻ പോലും യോഗ്യതയില്ല. കാരണം അയാൾക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം, ആദ്യമെല്ലാം യുക്തിവാദം പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യൻ സയൻസ് ഒക്കെ വിട്ടിട്ട് ഇസ്ലാം കമ്മ്യൂണിറ്റിക്ക് എഗൻസ്റ്റ് പറഞ്ഞാലേ വേദികൾ കിട്ടൂ എന്നൊരു ഇത് വരുമ്പോൾ അതൊക്കെ പാടെ മറന്നുകൊണ്ട് ചാടിയിറങ്ങിയ ഒരു രീതിയുണ്ടോ. മാത്രവുമല്ല, നമ്മൾ ഇവരെ പറ്റിയൊക്കെ അന്വേഷിക്കണമെന്ന് കണ്ടപ്പോൾ ഉടനെ ഫാമിലിയുമായിട്ട് നിന്ന് ഫോട്ടോ എടുക്കുന്നു, കുടുംബത്തിലുള്ളവർ കൂട്ടുകാരുമായിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നു. ആകെ മൊത്തം നിങ്ങൾക്ക് മനസ്സിലായില്ലേ മാറ്റങ്ങൾ എവിടെ നിന്ന് തുടങ്ങണമെന്ന്. സോ ഡിസിഷൻ ഓരോ വ്യക്തിയെയും നമുക്ക് ഒതുക്കാൻ പറ്റുന്നത് അവരുടെ ഫാമിലി തൊടുമ്പോഴാണ്. ഫാമിലി തൊട്ട് കഴിഞ്ഞാൽ എല്ലാവന്മാർക്കും ഇളകും. ഇത് ഇളകത്തില്ല. എന്തുകൊണ്ടെന്നറിയാം? ഫാമിലിയും അതാണ്. ഫാമിലി തന്നെ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഒരു സംഘമാണ്. അതിൻ്റെ തെളിവാണ് എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിൽ വന്ന് ഇയാളുടെ സഹോദരൻ പച്ച തെറി വിളിച്ചതും അതിൻ്റെ ഒപ്പം തന്നെ എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യരുത് എന്ന് കൂട്ടായ്മയിലുള്ളവരോട് പറഞ്ഞത്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, വാട്സപ്പ് കൂട്ടായ്മയിലുള്ളവരല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് വിവിധ പ്രശ്നങ്ങളിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് ആവശ്യമായി ആളുകൾ അതിനകത്തേക്ക് ആഡാകും. ആ പ്രശ്നം തീരുമ്പോൾ അവർ പോകും, ചിലരവിടെ തന്നെ തുടരും. അത് കുറേയധികം എൻ്റെ സുഹൃത്തുക്കളാണ്, കുറേയധികം അഡ്വക്കേറ്റ്സും കുറേ പോലീസുകാരും ഒക്കെ ഉള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് എൻ്റെത്. പക്ഷേ ഇവരെ ആരെയും ഞാൻ എൻ്റെ പരിചയം വെച്ചിട്ട് ഉപയോഗിക്കാനോ അതായത് വേറെ ഏതെങ്കിലും രീതിയിൽ സൗഹൃദം കീപ്പ് ചെയ്യാനോ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. 700 പേരോളം അടങ്ങുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് എനിക്കുള്ളത്. ഇപ്പോൾ അത് 600 സംതിങ് അങ്ങോട്ടാണെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ലിയാഖത്ത് അലി എന്ന വ്യക്തി ഇപ്പോൾ ഈ ഇരുന്ന് കൊണ്ട് പ്രസംഗിക്കുന്നത് കേട്ടിട്ട് ആരും ചാഞ്ചാടണ്ട, ഇളകണ്ട. അതൊക്കെ സ്ട്രാറ്റജിയാണ്. ചിലപ്പോൾ അവിടുന്ന് ഫണ്ട് വരുന്നത് കുറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ ശത്രുത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശത്രുത തന്നെയാണ്. എനിക്ക് അവൻ എൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ഫസ്റ്റ് തിങ് പറയാം, ആരിഫ് ഹുസൈൻ ചെയ്യുന്ന കുറേയധികം വെടലത്തരങ്ങൾ. ഇപ്പോൾ ആരിഫ് ഹുസൈൻ ഒരു പയ്യനെ കൊണ്ടുവന്നിട്ട് മദ്രസയിലൊക്കെ ഭയങ്കര പ്രോബ്ലമാണ്, അവർ സെക്ഷൽ ബുദ്ധിമുട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു, അത് പറയുന്നു. ഇത് ലിയാഖത്ത് അലിക്ക് അറിയാം ആരിഫ് ഹുസൈൻ പറയുന്നത് കളവാണെന്ന്, ആരിഫ് ഹുസൈൻ പറയിപ്പിക്കുന്നതാണെന്നും ലിയാഖത്ത് അലിക്ക് അറിയാം. എന്തുകൊണ്ട് ലിയാഖത്ത് അലി അത് പബ്ലിക്കിൽ പറഞ്ഞില്ല? രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ഒരു ആയത്തുണ്ട്, ഒരു ആയത്തിനെ പറ്റി അവർ വിവരിക്കുന്നുണ്ട്. അത് സൈനികർ സംസാരിക്കുന്നതാണ്. സൈനികർ എന്ന് പറയുമ്പം ഈ ജിഹാദ് ട്രെയിനിങ് കിട്ടിയ ആൾക്കാരൊക്കെ സംസാരിക്കുക. ഈ ICS ഭീകര സൈനികരുണ്ടല്ലോ, ഭീകരവാദികൾ, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സാധനം കൊണ്ടുവന്ന് ഇതാണ് അവിടെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ നിന്ന് പുറത്തേക്ക് വന്നൊരു പയ്യൻ വന്നിരുന്നല്ലോ, ഇപ്പം എന്തൊക്കെ കുറേ പറഞ്ഞുകൊണ്ട് ആ ചെറുക്കൻ അത് പറഞ്ഞു. അന്ന് ലിയാഖത്ത് അലിക്ക് അതറിയാമായിരുന്നു അത് നുണയാണെന്ന്. ലിയാഖത്ത് അലി അത് വ്യക്തമായി ഒരു വോയിസിൽ പറയുന്നത് ഞാൻ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് നിങ്ങൾക്ക് മനസ്സിലായി? ഇയാൾ ചെയ്യുന്നതെല്ലാം കള്ളത്തരവും ദ്രോഹവുമാണെന്ന് അറിഞ്ഞിട്ടും മൗനമായി അനുവാദം കൊടുത്തു. എന്തിന്? അവിടെയാണ് എനിക്ക് ഈ പറയുന്ന ലിയാഖത്ത് അലി ഒരു വിഷസർപ്പമാണെന്ന് മനസ്സിലായി. മറ്റാർക്കും ഈ പ്രോബ്ലം ഇല്ല. എല്ലാത്തിനും പിടിച്ച് 2 പൊട്ടീര് കൊടുത്തിട്ട് 2 അടിയും കൊടുത്ത് 2 കേസ് എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ എല്ലാം ഇത് നിർത്തിയിട്ട് അതിൻ്റെ ജോലി നോക്കി പോകും. പക്ഷേ അത് ചെയ്യാത്ത, മനഃപൂർവ്വമായോ അല്ലാതെയോ ഈ കമ്മ്യൂണിറ്റിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ലിയാഖത്ത് അലിയാണ്. തർക്കമേ വേണ്ട. കാരണം ഇവനെ സോൾവ് ചെയ്യാൻ, ഇവനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടി മാക്സിമം ചെയ്യാവുന്നത് അത്രയും അവർ ചെയ്യും. അത് ഒക്കെ തന്നെ അവന് ഫേവറായിട്ട് വരും എന്നുള്ള ഒരൊറ്റ വിശ്വാസം. ഇവരെ എതിർക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി. അല്ലെങ്കിൽ ഇവിടെ നിന്ന് പിഴയ്ക്കാൻ ഏറ്റവും നല്ലത് ഇസ്ലാമിനെ എതിർക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇസ്ലാമിനെ എഗൻസ്റ്റ് പറയുന്നവരുടെ വ്യൂ നിങ്ങൾ നോക്കുക, അനുകൂലിക്കുന്നവരുടെ വ്യൂ നോക്കുക, നിങ്ങൾക്കപ്പം മനസ്സിലാക്കും. ഇതിൽ രാഹുൽ ഈശ്വറിൻ്റെ വ്യൂ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്തത് രാഹുൽ ഈശ്വർ ഡിഫറൻ്റ് ആണ്. കൗതുകമാണ് അയാൾക്ക് കിട്ടുന്ന വ്യൂ. കാരണം അയാളുടെ മാറ്റം എല്ലാവരും കൗതുകത്തോടെയും ക്യൂരിയോസിറ്റിയോടും കൂടിയാണ് നോക്കുന്നത്. ക്യൂരിയോസിറ്റി എന്ന് പറയുമ്പം ഈ ആൾ ഇത് എവിടം വരെ കൊണ്ടെത്തിക്കുമെന്നുള്ള ക്യൂരിയോസിറ്റിയാണ് പലർക്കും ഉള്ളത്. എനിക്കും അത് അങ്ങനെ തന്നെയാണ്. വിശ്വസിക്കാൻ വളരെ പ്രയാസമുള്ള, ഭയങ്കര ഹയറാർക്കി തോട്ടുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. നൈഷ്ഠിക ബ്രഹ്മചര്യം സംരക്ഷിക്കാൻ പോയ ശബരിമലയിലെ പിന്നെ അയ്യപ്പൻ്റെ നൈഷ്ഠികം സംരക്ഷിക്കാൻ പോയ മഹത് വ്യക്തിയാണ് അയാൾ. അപ്പോൾ സർക്കുലർ, ഈ പറയുന്ന ഒരു മതേതരത്വ ഒരു ഇത് വെച്ചുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ്, അതായിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. എൻ്റെ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് കാര്യം ദിവസങ്ങളിൽ വലിയൊരു വിഷയമാകുമ്പോൾ മാത്രം ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം. ഇപ്പോൾ തൽക്കാലമില്ല. ഏതായാലും നമുക്ക് ലിയാഖത്ത് അലിയിലേക്ക് തിരിച്ചു വരാം. ലിയാഖത്ത് അലി ഇപ്പോൾ കാണിക്കുന്നത് പ്രഹസനമാണ്. ട്രസ്റ്റ് ചെയ്യാൻ പോകാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തം, ബാക്കി നിങ്ങളുടെ ഇഷ്ടം. ഒന്നാമത്തെ കാര്യം, ഖുറാനികപരമായി നല്ല നോളജുള്ള ഒരു വ്യക്തി ഖുറാനെ വ്യാഖ്യാനിക്കുന്നതിൽ വ്യത്യസ്തത പുലർത്തുകയും ആ വ്യത്യസ്തത വളരെ വൾഗറായി പൊതുസമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുകയും ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവൻ അവമതിക്കാനും അപരവൽക്കരിക്കാനും അത് ഏറ്റവും കൂടുതൽ ദിവസങ്ങളിൽ അത് വെച്ച് പെരുമാറുകയും ചെയ്ത ഒരു വ്യക്തിക്ക് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന ഒരു ഇതല്ല.
അറിഞ്ഞുകൂടാത്ത ഒരാളത് ചെയ്യുമ്പോൾ അവരുടെ അജ്ഞതയാണ്. ഇപ്പോൾ ആരിഫ് ഹുസൈൻ ആണെങ്കിൽ ഇതിനെപ്പറ്റി ABCD വള്ളിവിളി നിൽക്കാറങ്ങേർക്ക് അറിയത്തില്ല. ഇവന്മാരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സാധനങ്ങൾ ഏറ്റുപാടുന്നു എന്നല്ലാതെ അയാൾക്ക് അറിയത്തില്ല. പക്ഷേ ഇവൻ അങ്ങനെയല്ല, എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവനത് ചെയ്തത്. ഇപ്പം നമ്മളിത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിവുകൾ കൂടുമ്പോൾ നമ്മൾ തിരുത്തലുകൾ വരുത്തും, ഇല്ലേ? തിരുത്തും. ആ തിരുത്തലുകൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാം, എല്ലാവരുടെ അടുത്തുനിന്ന് നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. അറിവില്ലായ്മ കൊണ്ടാണ് പലരും ഇതുപോലുള്ള വാഗ്വാദങ്ങളും വാക്കുതർക്കങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടാവുക. ഞാൻ ഉൾപ്പെടെ അങ്ങനെ തന്നെയാണ്. കൂടുതൽ അത് പഠിച്ചപ്പോഴാണ് അതിലെ തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് പറഞ്ഞത്. നമുക്ക് മനസ്സിലായ കാര്യം നമ്മൾ പബ്ലിക്കിലേക്ക് പറയുന്നു. അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളത് അഡ്മിറ്റ് ചെയ്യും, അതിൽ സേ സോറി എന്നുള്ളത് സത്യമാണ്. പക്ഷേ എല്ലാം അറിഞ്ഞ ശേഷവും പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിരുന്നു കൊണ്ട് അതിനെ അവഹേളിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കുമ്പോൾ തൻ്റെ സമുദായവും തൻ്റെ വാരിസുകളും എല്ലാവരും ഈ സമുദായത്തിലാണെന്നും അവരിതുപോലെ ആക്രമിക്കപ്പെടാൻ ചാൻസ് ഉണ്ടെന്നും തിരിച്ചറിഞ്ഞിട്ടും വീണ്ടും അത് ചെയ്യുന്നെങ്കിൽ സ്വന്തം പോക്കറ്റ് വീർക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയല്ലേ? അവനെ ആർക്കെങ്കിലും എവിടെയെങ്കിലും ചേർത്ത് പിടിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് മുഴുക്ക പ്രഹസന നാടകമാണ്. ഒരു കാരണവശാലും അവൻ ഈ പറയുന്ന രീതിയിൽ തിരുത്തി വരുമെന്നോ മര്യാദയാകുമെന്നോ നിങ്ങൾ പ്രതീക്ഷിക്കുക പോലും വേണ്ട. ആരിഫ് ഹുസൈൻ തിരിച്ചു വന്നാലും ആരിഫ് ഹുസൈൻ മര്യാദയായാലും ലിയാഖത്ത് അലി മര്യാദയാവും നിങ്ങൾ പ്രതീക്ഷിക്കുക പോലും വേണ്ട. ഇത് അവൻ്റെ നല്ല ഫസ്റ്റ് ക്ലാസ് നാടകമാണ്. ആരിഫ് ഹുസൈനെ നമ്മളെല്ലാവരും കൂടെ ആക്രമിക്കണം എന്നുള്ളത്. ബൈ ദ വേ, ഒരു വിഭാഗം ജനങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തിയിരിക്കുന്നതിൻ്റെ റീസൺ അവൻ ശക്തമായി പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ആരിഫ് ഹുസൈൻ അയാളുടെ ആ ശക്തമായ പ്രതികരണത്തിന് മറുപ്രതികരണം ഇവിടുന്ന് കൊടുത്തപ്പോൾ അയാൾ അടങ്ങിയില്ലേ? അയാൾ അടങ്ങില്ല, വേറെ നിവർത്തിയില്ലല്ലോ. പറയുന്നത് പ്രഹസനമാണ് എന്ന് അയാളെക്കാൾ ഉച്ചത്തിൽ അയാളെക്കാൾ നല്ല രീതിയിൽ ഇവിടുന്ന് സമർത്ഥിച്ചാൽ തീരാവുന്ന പ്രശ്നമേ അതുള്ളൂ. ലിയാഖത്ത് അലി അങ്ങനെയല്ലല്ലോ. നമുക്കാർക്കും കടന്നു ചെല്ലാൻ പറ്റാത്തൊരു മേഖലയിലാണ് അയാൾ കൈവച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആനികപരമായിട്ട് എടുത്തു വെച്ചുകൊണ്ട് പറയും. എനിക്കൊക്കെ ഭയങ്കര റെസ്പെക്റ്റുള്ളൊരു സാധനമാണത്. ഒരു കാരണവശാലും അതൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു വാക്ക് വള്ളിപുള്ളി സിർപ്പ് വ്യത്യാസത്തിൽ മാറിപ്പോയാൽ, അക്ഷരത്തെറ്റ് ചെറിയ രീതി വന്നാൽ പോലും അർത്ഥം മാറിപ്പോകുന്ന ഒരു സാധനം ഞാൻ ഒരിക്കലും ഉപയോഗിക്കാനോ എടുക്കാനോ, അറബിക്ക് എന്ന് പറയുന്ന ആ ഒരു സംഗതി ഞാൻ എടുക്കാനോ ഉപയോഗിക്കാനോ താല്പര്യപ്പെടുന്നില്ല. വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ പോർഷൻ തന്നെ പഠിച്ച് തീർക്കുന്നത്. അതും കമ്പൽസറി ഇതെന്താണെന്ന് അറിയണമെന്നുള്ളൊരു ആഗ്രഹവും കൗതുകവും കൊണ്ടാണ്. അപ്പോൾ ഈവൻ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. ഈ കാണുന്ന തിളപ്പും ഈ കാണുന്ന ബഹളവും ആളുകളുടെ മുമ്പിൽ കിടന്നുള്ള പട്ടിഷോയും ഒക്കെ മറ്റൊരു ഐഡിയ ആണ്, മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഇട്ടവൻ പണിയും. വെയിറ്റ് ചെയ്തോളൂ. ഞാൻ നേർസാക്ഷ്യമാണ്. അബ്ദുൽ ഖാദർ പുതിയങ്ങാടി ജയിലിൽ കിടന്നു, അവിടെ കിടന്ന് തല്ലുകൊണ്ടു, അവിടെ ചത്തു, അവനെ അടിച്ചു, അവിടുന്ന് കത്തയച്ചു തുടങ്ങി ആ ഒരു വിഭാഗത്തിനെ പറ്റിക്കാൻ തക്കവണ്ണമുള്ള മാക്സിമം സാധനങ്ങൾ ഇയാൾ ഇറക്കി. അതങ്ങനെ അല്ല എന്ന് പറഞ്ഞതിൽ തുടങ്ങിയാണ് ഇവർ ഞാനും തമ്മിൽ യുദ്ധം തുടങ്ങിയത്. മൗനമായി ഇരിക്കേണ്ട എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ അതിനെ പ്രതികരിച്ചു. കാര്യങ്ങൾ ആളുകളിലേക്ക് ഞാൻ എത്തിച്ചു എന്നുള്ളതാണ്. ഞാൻ ഒരു 95% അതിൽ വിജയിച്ച് നിൽക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു വിഷയവും കൊണ്ട് മുൻപോട്ട് പോകുന്നതിനോട് എനിക്ക് വിയോജിപ്പുള്ളതുകൊണ്ട് ഞാൻ താൽക്കാലികമായി അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. ഇവർ തമ്മിലുള്ള പടലപ്പിണക്കം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇത് കാലങ്ങളായി അവർ തമ്മിലുള്ളതാണ്. ആര് നേതൃത്വത്തിലേക്ക് എത്തും എന്നുള്ള ഫൈറ്റാണ് അവിടെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഒരു സംഘി മനോഭാവമുള്ള സംഘിസം ബേസിൽ നിൽക്കുന്ന ആരിഫ് ഹുസൈനെ ബാക്കിയുള്ളവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത്. യുക്തിവാദികൾക്കിടയിൽ ആരിഫ് ഹുസൈന് നല്ല രീതിയിൽ യുക്തിവാദികൾ ആരിഫ് ഹുസൈനെ അകറ്റി നിർത്തിയിരിക്കുന്ന ഒരു സീനാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ റീസൺ, യുക്തിവാദം എന്ന് പറയുന്നത് എന്താണെന്ന് പോലും ബോധമില്ലാത്തൊരു വ്യക്തിയെ യുക്തിവാദിയായിട്ട് ആരും അംഗീകരിക്കത്തില്ല. സെയിം വേ ലിയാഖത്ത് അലിക്കും വരും ദിവസങ്ങളിൽ അത് തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം അയാൾ യുക്തിവാദമല്ല പ്രസംഗിക്കുന്നത്, ഒരു കമ്മ്യൂണിറ്റിയെ മാത്രമാണ് അയാൾ ആക്രമിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഞാൻ രണ്ടാമത് ചെയ്യുന്നതായിരിക്കും, എൻ്റെ കൂടുതൽ വിവരങ്ങൾ എടുത്തതിന് ശേഷം. തൽക്കാലം ഇത്രയേ ഉള്ളൂ. ഇതൊന്നും കണ്ടിട്ട് ആരും വേറൊന്നും തെറ്റിദ്ധരിക്കേണ്ട. ഇവന്മാരൊക്കെ നല്ല കാളകൂട വിഷങ്ങളായിരുന്നു. അതിൽ പിന്നെയും നമുക്ക് വെൽക്കം ചെയ്യാവുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ആരിഫ് ഹുസൈനാണ് എന്ന് ഞാൻ പറയും. കാരണം ഞാൻ പറഞ്ഞില്ല, അയാൾക്ക് വിവരമില്ല, അയാൾക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമോ ബോധമോ ഒന്നുമില്ല, ഒരു പൊട്ടനാ. ഇവന്മാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് വായ്ത്താളം പറയുന്നതാണ്. ഇപ്പോൾ അപ്പുറത്തെ ഈ രീതിയിലേക്ക് പോയി. അതങ്ങനെയാണല്ലോ, നമ്മുടെ RSSകാർക്ക് ആരെ കിട്ടിയാലും ഉടനെ അങ്ങോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അവസാനമല്ല നമ്മുടെ രാമസിംഹൻ, അവൻ്റെ ഒരു അവസ്ഥ വരുമെന്നുള്ളത് ഒരു ബോധമാണ്. ആ കോമൺ സെൻസ് വന്ന് കയറുമ്പം ഏകദേശം പിടികിട്ടും. ഇവർ പറയുന്ന പാട്ടിനനുസരിച്ച് പാടുക, അതിൽ കൂടി ഒരു റവന്യൂ ജനറേറ്റ് ആവുക, റവന്യൂ ജനറേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് സുഖിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ആരിഫിൻ്റെ കളി. എത്ര നാൾ നിലയ്ക്കുമെന്നും അതൊരു ശരിയായ ഇൻകം അല്ല എന്നുള്ള തിരിച്ചറിവന് വരുമ്പോൾ എല്ലാം ശരിയായി തിരിച്ചു വന്നോളൂ. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരെയല്ലേ, നാളെ നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ കുട്ടികൾ അവനോട് സംസാരിക്കുമ്പോൾ പ്രശ്നം പരിഹാരമുണ്ടാകും. ഇതങ്ങനെയല്ല. കുഞ്ഞുങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട്
അത്രയും മാരക വിഷമാണ് അയാൾ, അത്രയും മാരകമായ വിഷമാണ് അയാൾ സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ ഒന്നോ രണ്ടോ അയാളുടെ ഖുർആൻ തുറന്നു വെച്ചിട്ടുള്ള കളിയാക്കലുകൾ കണ്ടാൽ മാത്രം മതിയാകും. അത്തരക്കാരെ നിങ്ങൾ തിരിച്ച് ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് നിങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല എന്ന് വരും. ഞാൻ ഇതിനെപ്പറ്റി ഒരു ഉസ്താദിനോട് സംസാരിച്ചിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഞങ്ങൾ വാതിലടയ്ക്കാൻ പോകണം, ഇനി ഇങ്ങോട്ട് ആളെ എടുക്കണില്ല, അമ്മാതിരി ഇവിടെ നിറഞ്ഞു നിൽക്കണം, ഞങ്ങൾക്ക് ഇനി ആരും താല്പര്യമില്ല എന്ന ഫോമിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് സത്യമായ ഒരു കാര്യമാണ്. എന്തിനെപ്പോയി തിരിച്ചു വരുന്നത്? അവിടെ തന്നെ നിന്നോ, എക്സും ഇല്ല വൈയും ഇല്ല, എക്സ് വൈയും ഇല്ല എന്നുള്ള ഒരു ഫോമിൽ. മതം വിട്ടുപോയവനൊക്കെ പിന്നെ ഇരുന്നു കൊണ്ട് കസറാക്കുള്ളി വർത്താനം പറയുന്നുണ്ടെങ്കിൽ അവിടുത്തെ വരുമാനം കുറഞ്ഞു, അവരെ ഇവനെ ചേർക്കുന്നില്ല എന്നാണ് അർത്ഥം. വേദികളിൽ നിന്ന് വേദികൾ ചാടി ഇരുന്നു കൊണ്ട് ഇസ്ലാമിനെ അവഹേളിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. ഇവൻ തനിച്ച് നിന്നുകൊണ്ട് ഇനി റിഫോർമേഷൻ നടത്തും എന്നൊക്കെയാണ് ചിന്തയെങ്കിൽ, നാരായണ ഗുരു ലെവലിലാണ് ചിന്താധാരയൊക്കെ എങ്കിൽ പട്ടി വില പോലും ഇസ്ലാമിയർ അവന് കൊടുക്കുന്നില്ലെന്നാണ് ബാക്കിയുള്ളവരിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. സ്വന്തം ജീവിതത്തിൽ പോലും അങ്ങനെയൊന്നും വരുത്തിക്കൊണ്ട് വരാൻ സാധിക്കാത്തൊരു വ്യക്തിയാണ് ഇരുന്നു കൊണ്ട് ഖന്ന പിന്ന പറയുന്നത്. നമുക്ക് ചെയ്യേണ്ട റിഫോർമേഷൻ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചുറ്റുമുട്ടോ ഉള്ളവർക്ക്, കൂട്ടുകാർക്കിടയിലൊക്കെ വരുത്തി തീർത്തിട്ട് പിന്നെ വർത്തമാനം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതൊന്നുമല്ല. അതുകൊണ്ട് എനിക്കിത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എടുക്കുന്നതേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിഷയങ്ങൾ പറയുന്നതായിരിക്കും. ആരിഫ് ഹുസൈന് സപ്പോർട്ട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആരും എൻ്റെ അടുത്ത് തല്ലാൻ വരരുത്. ഞാനുള്ള കാര്യമാണ് പറഞ്ഞത്. അയാൾ ശരിക്കും പറഞ്ഞാൽ സ്വൽബുദ്ധിയാണ്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് കൂത്താടുന്ന ഒരു പാവയാണ്. അതിനപ്പുറം എനിക്ക് തോന്നില്ല അയാൾക്ക് വലിയ ഇതിനെ പറ്റിയൊക്കെ ഒരു അറിവുമില്ല. ഒരു രീതിയിലുള്ള ഒരു ജനറൽ നോളജും ഉള്ള വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ഇംഗ്ലീഷിൽ നല്ല നോളജുണ്ട്. അത് മാത്രമാണ്. അത്യാവശ്യം വായനാശീലമുള്ള ഒരു വ്യക്തിക്ക് കിട്ടേണ്ട ഒരു അക്സെപ്റ്റൻസ് അയാൾക്ക് കിട്ടുന്നു എന്നതിനപ്പുറം ഖുർആനികപരമായിട്ടോ പിന്നെ ഹിസ്റ്റോറിക്കലായിട്ടോ പുള്ളിക്ക് ഒരു വാഴത്തോരനും അറിയത്തില്ല. അപ്പോഴും അങ്ങോട്ട് നെറ്റ് ഓപ്പൺ ചെയ്ത് വെക്കും, കിട്ടുന്ന സാധനം എടുത്ത് നിങ്ങൾക്ക് കിട്ടുതരും എന്നതിനപ്പുറം നത്തിങ് ആണ്. പ്രൂഫ് ഇൻ നത്തിങ്. ടെക്നിക്കലി അയാൾക്ക് ഒരു കുന്തം അറിയത്തില്ല, പക്ഷേ അയാൾക്ക് നല്ല ക്രൂക്കഡ് ബുദ്ധിയുണ്ട്. അത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അയാളുടെ കുടുംബം വിചാരിച്ചാൽ സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ലിയാഖത്ത് അലി അങ്ങനെയല്ല. അയാളുടെ കുടുംബത്തിനെ വെച്ച് തന്നെയാണ് നിങ്ങളെ അടിക്കുന്നത്. ആ കുടുംബത്തിലെ ഓരോ അംഗവും ഡേഞ്ചറസ് ആണ്. അത് നിങ്ങൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അതൊരു ഇൻഫർമേഷനായിട്ട് ഞാൻ തരുന്നതാണ്. ഇതിൻ്റെ പേരിൽ കേസ് വന്നാലും ഒന്നുമില്ല, ഉള്ള കാര്യമാണ് പറയുന്നത്. കാരണം ഐ ആം എക്സ്പീരിയൻസ്ഡ്. ആ കുടുംബത്തിലെ ഓരോരുത്തരും അതിതീവ്രമായ ഈ പറയുന്ന വ്യക്തികളാണ്. അവർ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ ഉള്ളവരാണ്. ഇയാളുടെ സഹോദരനായിട്ട് ഒരുത്തനുണ്ടല്ലോ, അവൻ പൂർണ്ണമായും ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി നിൽക്കുന്ന ജിഹാദി ലെവൽ ആളാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ കമ്മ്യൂണിറ്റി അവഹേളിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്നത്. നമ്മൾക്ക് അവനെ കാണുമ്പോൾ അതൊരു വിശ്വാസിയാണെന്ന് പറയും. ഒരിക്കലുമല്ല. ഒരു വിശ്വാസിയും ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണിക്കില്ല. മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഖുർആനികപരമായി കൃത്യമായി മനസ്സിലാക്കിയ ഒരു വ്യക്തി ഇതുപോലുള്ള മറ്റുള്ളവരെ ദ്രോഹിക്കുക, അന്യമത വിദ്വേഷം, ആളുകളെ കൊല്ലുക, ചെറി പറയുക, പെണ്ണുങ്ങളെ തെറി പറയുക, ഇതൊന്നും ചെയ്യത്തില്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായി വീണ്ടും വരാം. ഇതിനെപ്പറ്റി ഒരു രണ്ടാമതൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും, ഇപ്പോഴല്ല. താങ്ക് യു.